ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിന്ന് ഇവിടെ ഓണപരിപാടി ആഘോഷിക്കുകയാണ് കേട്ടോ. ഞങ്ങള് ഒരു 10 to 12 ഫ്രണ്ട്സ് ഉണ്ട്. രണ്ടുപേരുടെ കാര്യം കൺഫ്യൂഷനാണ്. ഇന്നാണ് എല്ലാവർക്കും ഒത്തു വന്ന ദിവസം. അപ്പൊ കുറെ പേര് സ്വാപ്പ് അടിച്ചു. ബാക്കി എല്ലാവർക്കും തന്നെ ഇന്ന് ജോലി ഇല്ലാത്ത ദിവസമാണ്. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞി ഓണ സെലിബ്രേഷനിലോട്ടേക്ക് പോകാം. ഞങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ ആദ്യം കാണിക്കാം. അതിന് ശേഷമായിരിക്കും ഞങ്ങളുടെ ഓണപരിപാടിയിലോട്ടേക്ക് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ഇറ്റ്സ് മീ അജു. ഇതാണ് അർജുൻ, നമ്മുടെ ഗസ്റ്റിന് വഴി കാണിച്ചു കൊടുക്കാണ്. അജു, തോരൻ കായമ്പയറാണോ? റിയമോള് രാവിലെ ജിമ്മിലൊക്കെ പോയിട്ട് എന്താ ഉണ്ടാക്കിയ റിയെ? എല്ലാരും ഓരോരോ കറിയാണ് കേട്ടോ. ഇതാണ് റിയയുടെ മോര്. ഞാൻ ഉണ്ടാക്കിയത് സാമ്പാറാണ് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് എന്റെ സാമ്പാറ്. എന്തായെന്നൊന്നും അറിയില്ല. അണ്ണു കണ്ണന്തിരിമ എണീറ്റ് വരുന്നുള്ളൂ. അണ്ണു എന്താ ഉണ്ടാക്കാൻ പോകുന്നേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ് അക്സ. അക്സ എന്ത് സ്പെഷ്യൽ ആയിട്ടാ വന്നത്? താങ്ക് യു. കറിയൊന്നും ഇല്ല അക്സ? എല്ലാം നടക്കോ അജു? നമ്മൾ പ്ലേറ്റ് ചെയ്യുകയാണ്. ആണോ? ഇതാണ് അജുവിന്റെ ഫേമസ് ആയ കായമ്പയറും. ഇത് മുന്നേ വിഷുവിന് ഫേമസ് ആയതാണ്. നമുക്കാർക്കും കഴിക്കാൻ തികഞ്ഞില്ലായിരുന്നു. പ്രാവശ്യം തികയൊന്നും ശരിക്കും അല്ലേ? ഇപ്രാവശ്യം ആള് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ചെമ്പ് പകുതി കഴിച്ച് തീർക്കുന്നതാണ്. ഞങ്ങള് മിക്കത് ഞങ്ങൾക്ക് തന്നെ വിളമ്പിട്ട് ബാക്കിയുള്ളവർക്ക് ഇതിന് വേണ്ടി വേവിച്ചിട്ട് പയർ കുറച്ച് ബാക്കിയുണ്ട്. അത് വിടാൻ ചാൻസ് ഉണ്ട് അല്ലേ അജു? അല്ല നമ്മുടെ പാട്ട് വെക്കാം നമുക്ക്. പാട്ട് നോക്കാം. പിന്നെ ഇത് നമ്മുടെ അക്സ കൊണ്ടുവന്ന പൂവാണ്ടോ. ഇത് വെച്ച് പൂക്കൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഇതെടുത്തിട്ട് ഇത് വെള്ളത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. അക്സ ചിരിക്കുന്നത് എടുത്തോളൂ. അതെ, അക്സയാണെങ്കിൽ ക്യാബേജ് തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് 2-3 ക്യാബേജ് ആയിട്ട് വീട്ടിലോട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കാം. ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് പണി തരാനായിട്ട് വന്നിട്ട് പാവം തനിയെ ചെയ്യണ്ടെന്ന് കാണിക്കാം. ഒന്നുകൂടി ഫീസ് കാണിക്കൂ. അജു ഓണപ്പാട്ട് ടിവിയിൽ വെക്കാൻ പോവാണ് ഗൈസ്. നമ്മുടെ കാളൻ അണ്ണ എന്താ ചെയ്യുന്നേ? ഉള്ളി അരിഞ്ഞോ? പിന്നെ സമയമില്ല, ഒന്നിനും തികയില്ല സമയം. ശോ, കാരണം ഇച്ചിരി മുമ്പാണ് അണ്ണ എണീറ്റ് വന്നത്. എന്നിട്ട് ഓട്സും കഴിച്ചിട്ട് നിക്കുക. എന്നിട്ട് സമയമില്ല അത്ര. പക്ഷെ ഞാൻ വീഡിയോ എടുക്കണല്ലേ. ഞാൻ എഡിറ്റ് ചെയ്ത് കളയൊന്നുമില്ല. ഞാൻ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കളയുന്നതാണ് അജു പറയുന്നത്. അജുവിന്റെ ശരിക്കുള്ള പേര് അനന്തു എന്നാണ് കേട്ടോ. പക്ഷെ സ്നേഹമുള്ളവർ മാത്രം അജു എന്ന് വിളിക്കും അല്ലേ അജു? എന്നെ അജു എന്ന് വിളിക്കുന്നത് പോലെ. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഒരുങ്ങിയെത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഗസ്റ്റ് എല്ലാം വന്നു. ഞാൻ ഇപ്പൊ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഗസ്റ്റിനെ. ഇതാണ് അക്സ. അക്സ വേഷമാർ വന്നപ്പോഴത്തേക്കും മനസ്സിലാവാത്തതാണ്. ഇത് മരിയ. ഇതാണ് നമ്മുടെ പ്രധാന കഥാപാത്രം അമൽ. അമലിനെയാണ് ഞാൻ ഇന്നത്തെ ഷോർട്ട് വീഡിയോ ഏൽപ്പിച്ചിരിക്കുന്നത്. ആൻഡ് അത് മരിയയുടെ ഫ്രണ്ട് ഉണ്ണിമായ. ഇത് നമുക്കറിയാലോ, അർജുൻ തന്നെ. ഇതാണ് എബിൻ. എബിനെ ഓണമായിട്ട് എന്താണ് എബിന് പറയാനുള്ളത്? ഓണമായിട്ട് എന്താ പറയാ, ഓണമായിട്ട് സദ്യ ഇടണം, എൻജോയ് ചെയ്യണം. എന്താ കൊണ്ടുവന്നേ ഓണായിട്ട്? ഓണത്തിന് പായസം. ഉണ്ണിമായ എന്താ കൊണ്ടുവന്നേ? മരിയ തോരൻ. അമലോട്ടിനൊന്നും കൊണ്ടുവന്നില്ല. നല്ല വെതർ കണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. എബിനെത്തി നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ
ഫോട്ടോ എടുക്കലും നിർത്തിയിട്ട് വീണ്ടും ഞങ്ങളുടെ വീട്ടിലോട്ടേക്ക് പോവാണ് കേട്ടോ. നമ്മളെന്തിനാ പോകുന്നേ? മാവുണ്ടാൻ. നമ്മുടെ ഡോക്ടർ അത് എല്ലാം ഒരുക്കി കാത്തിരിക്കുകയാണ്. ഇല വിരിച്ചു റിയമോള്. ഇവിടെ ആരോ? നിങ്ങൾ എന്ത് ചെയ്യുന്നേ? പപ്പടം വറുക്കുന്നു. ഞാൻ മാത്രം വീഡിയോ എടുത്ത് നടക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്. ബാക്കി എല്ലാവരും ഇവിടെ പണി ചെയ്യുന്നുണ്ട് അല്ലേ? എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം? അമിതോട്ടെ പറ, എന്താണ് അഭിപ്രായം? അത്രേ ഉള്ളൂ. അതെ, സദ്യയുടെ മെയിൻ സാധനം ചോറ്. സാമ്പാറൊക്കെ അണ്ണു ചെമ്പളക്കൊടുക്കിട്ടിരിക്കാൻ കൊറേ കഷ്ടപ്പെടുന്നുണ്ട്. ഉണ്ടാവും. നമ്മള് പഴയ ഓണോ ചേച്ചാ? ബൈ ഗൈസ്, ഹാപ്പി ഓണം. നമ്മുടെ ഓണപരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? റിയേ, അജു, എബിനെ? അടിപൊളി ഓണപരിപാടി ലൈഫില്. അടിപൊളി. ചോദ്യം കേട്ട് കഴിഞ്ഞാ പരിപാടി ഫുള്ള് ഞാൻ ഹോസ്റ്റ് ചെയ്തതുപോലെ ഉണ്ട്. നമ്മള് പാട്ട് മത്സരം നടത്തുകയാണ്. ടീം ബി വേഴ്സസ് ടീം എ. ഉന്നോട് നെഞ്ചം ഉറവാടും വേളை തണ്ണീർ കമലം താനാ മുഖം കാട്ട് നീ മുഴുവൻ പനി ഓടാതെ നീയല്ലയേ ഇതളോരമായി സിறு പുന്നകை നീ കാട്ടടി അല്ലയേ. ടീം എ വേഴ്സസ് ടീം ബി മത്സരത്തിലാണ്. അണ്ണു ഇപ്പൊ പാടിക്കഴിഞ്ഞു. ഇനി മരിയ പാടും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും കൂടി പാടും. അതോടുകൂടി ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മളെ പുറത്താക്കും അല്ലേ? എനിക്കു മാത്രം തനിച്ചു കാണാൻ പൊന്നൊരുകും കുരുന്നു മറുകൊന്നെറിഞ്ഞു തന്നു വിദൂരതാരം വിദൂരതാരം വിദൂരതാരം. ഞാൻ ദൂരെ മറുതേടിപ്പോയി പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരെ പൂത്തനാൾ മറുതേടിപ്പോയി. അരെ വാ. കാവടിയുണ്ട് അരികെ പായസപ്പുഴയുണ്ട് അവിടെ കാത്തു കാത്തോരമ്മയിരിപ്പുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഓണപരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. വന്ന് ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ കാണുന്നതാണ് വീട്. ജസ്റ്റ് പുറത്തോട്ടേക്ക് ഇറങ്ങിയതാണ് ഡാൻസ് സ്റ്റോർ വരെ പോകാനായിട്ട്. ഞങ്ങളുടെ കുട്ടി കുട്ടി പാട്ട് പരിപാടി, ചില കുഞ്ഞു കുഞ്ഞു അലമ്പ് പരിപാടികളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ സാരിയൊക്കെ മാറി വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടു. ഇനി സാരി എടുത്തിട്ട് നടക്കാൻ പറ്റില്ല. നമുക്ക് അല്ലെങ്കിൽ സാരി എടുത്തിട്ട് കുറച്ച് നേരത്തിൽ കൂടുതൽ നടക്കുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ. എന്നെ വിളിച്ചതിന് ഒരു ട്രൈ കൂടി പറഞ്ഞോളൂ. കമോൺ. എന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും
നന്ദി അറിയിച്ചോളുന്നു. സോറി ഗൈസ്. അപ്പൊ ഇവരൊക്കെ പോവാ. താങ്ക്സ്. ബൈ ഗൈസ്. ബൈ. പറയൂ, പറഞ്ഞോളൂ മരിയ. ഓക്കെ. അവരെന്നെ പകുതി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് താങ്ക്സ് ഒക്കെ പറയും. പായസം നമ്മുടെ പ്രത്യേകമായിട്ട് ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ ഇത്രയും നാളെ കഴിച്ചിട്ടില്ല ഇത്രയും നല്ല പായസം എന്ന് പറയാൻ എബിൻ പ്രത്യേകം പറഞ്ഞു. അത്ര നല്ല പായസം ഉണ്ടാക്കിയത് എബിനാണ്. അമല് സൈഡായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മരിയ മുണ്ണിമായൊക്കെ. അടിപൊളി പായസമാണ്. അപ്പൊ എല്ലാവരും അത് തന്നെ വാങ്ങിയിട്ട് ട്രൈ ചെയ്യണം അല്ലേ? അമലിന്റെ ഷേബിന്റെ അഭിപ്രായം എന്താണ്? ഷുവറായിട്ട് ട്രൈ ചെയ്യണം. അപ്പൊ ബൈ ഗൈസ്.